എന്താടോ ഇത്? എനിക്ക് ആദ്യമായി കിട്ടിയ ശമ്പളമാണ്. അതിനിത് എന്റെ മുന്നിൽ എന്തിനാ കൊണ്ടുവച്ചത്? അറിയില്ല, അങ്ങനെ ചെയ്യാനാ തോന്നിയത്. എൻ്റെ ഗുരു, സുഹൃത്ത്, രക്ഷകർത്താവ്. ഓ, അത് ശരി. താൻ ഇരിക്കേ. ഇതിപ്പം ഞാൻ തന്നതായിട്ട് കരുതിയാ മതി. തനിക്ക് 100 ആവശ്യങ്ങളുണ്ടാകുമല്ലോ. തൻ്റെ കാര്യങ്ങൾ കഴിച്ച് ബാക്കി വീട്ടിൽ കൊണ്ട് ഏൽപ്പിക്കണം. ആ, പിന്നെ എന്തായി അച്ഛനെക്കുറിച്ചുള്ള നോവലെഴുത്ത്? എഴുതാനിരിക്കുമ്പോഴൊക്കെ വല്ലാത്തൊരു... അത് സ്വാഭാവികം. അതല്ല, ഒരു തുടക്കം കിട്ടുന്നില്ല. ഞാൻ ഇന്നലെ പഴയ പുസ്തകങ്ങളൊക്കെ ഒന്ന് അടുക്കി വെച്ചു. അപ്പോഴാ ഇത് കിട്ടിയത്. പഴയ കാലത്തെ എൻ്റെ ഒരു ഡയറിയാ. ഇതിൽ തൻ്റെ അച്ഛനെപ്പറ്റി കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അക്കാലത്ത് ഞാൻ അറിഞ്ഞ കാര്യങ്ങളാ. ചില കേട്ട് കേഴ്വികളും ഉണ്ടാവും. എങ്കിലും പ്രധാനപ്പെട്ട ചില വസ്തുതകൾ ഇതിലുണ്ട്. തനിക്കിത് പ്രയോജനപ്പെടും. അല്ല, ഇതാരാ? കുറച്ച് ദിവസമായല്ലോ കണ്ടിട്ട്. അച്ഛൻ എത്തിയിട്ടില്ല. അറിയാം, മകളെ കാണാനാ വന്നത്. എന്നെ കാണാനോ? ഇരിക്കൂ. എന്താണാവോ വിശേഷിച്ച്? വലിയൊരു വിശേഷമുണ്ട്. എനിക്ക് ശമ്പളം കിട്ടി, ആദ്യത്തെ ശമ്പളം. ഭഗവാനെ, അപ്പൊ ഒരു വഴിപാട് കഴിക്കാം. അതിനാ നേരെ ഇങ്ങോട്ട് പോകുന്നത്. ഇവിടുത്തെ അമ്പലത്തിലല്ല, ഗുരുവായൂരപ്പനാ. ഞാൻ നേർന്നതാ ദേവേട്ടിനു വേണ്ടി. അത് കഴിക്കാം. അതിനു മുമ്പ് ഞാൻ നേർന്നൊരു വഴിപാടുണ്ട്. നാട് വിട്ടോടാനും തീവണ്ടിക്ക് തലവയ്ക്കാനും ആലോചിച്ച എന്നെ ഈ മണ്ണിൽ പിടിച്ചു നിർത്തിയ ഭഗവതിക്ക്. അതാരാ? നമ്മുടെ മല്ലൂർക്കാവിലമ്മയാണോ? അല്ല, ആ ഭഗവതിയുടെ പേര് ഗീതാ വാരസ്യാർ. എന്തൊക്കെ വിഡ്ഢിത്തായി പറയണത്? ശമ്പളം കിട്ടിയപ്പോ സമനില തെറ്റിയോ? എനിക്ക് ജോലി വാങ്ങി തന്നത് നീയല്ലേ? ആദ്യ ശമ്പളത്തിൽ നിന്നും ആദ്യ വഴിപാട് നിനക്ക്. സ്വീകരിച്ചാലും. ഗുരുവായൂരപ്പന്റെ ലോക്കറ്റ്. ഭഗവാനെ, സന്തോഷായി ദേവേട്ട. ഇത്രയ്ക്ക് സൽബുദ്ധി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. അല്ല, വീട്ടിലേക്ക് പോകുന്നില്ലേ? പോണം. ഞായറാഴ്ച ആവട്ടെ എന്ന് വെച്ചു. ഏട്ടനും മോക്ക് അവധി ദിവസമാണല്ലോ. എനിക്ക് സന്തോഷമായി എന്നുള്ളത് ശരി തന്നെയാ. പക്ഷേ
ഡേവിഡ് നീ ചെയ്തത് തെറ്റാ. എന്ത്? ആദ്യ ശമ്പളം കൊണ്ടുപോയി കൊടുക്കേണ്ടത് അമ്മയുടെ കയ്യിലാ. അമ്മയാ നമസ്കരിക്കേണ്ടത്. അതാ ഗുരുത്വം. ഓർക്കുമ്പോൾ ശരിയാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നിയതാ ഞാൻ ചെയ്തത്. ഞാൻ ഗീതയെ മാത്രമേ ഓർത്തുള്ളൂ. അമ്മയുള്ളവർക്ക് അമ്മയുടെ വില മനസ്സിലാവില്ല. എന്റെ കാര്യം നോക്ക്. ഏത് ജന്മത്തിലാ ഇനി എനിക്ക് എന്റെ അമ്മയൊന്ന് കാണാൻ കഴിയുക? ദേവേട്ടന് 2 മണിക്കൂർ ബസ്സിലിരുന്ന അമ്മയെ ചെന്ന് കാണാം. ശരിയാ, പോണം. ഇപ്പൊ പോയ രാത്രി എങ്ങത്താം. സന്തോഷായി. ആ, ഞാൻ ചായ എടുക്കാം. കുടിച്ചിട്ടിറങ്ങിയാ മതി. അങ്ങനെ ജേഡി ഒരു റൊമാൻറ്റിക് ആയി അല്ലേ? അതൊന്നും നിങ്ങൾ പറയുന്ന രീതിയിലല്ല. ഞാൻ അക്കാലത്ത് സ്നേഹത്തിന് വേണ്ടി ദാഹിച്ചിരുന്നു എന്നത് സത്യം. ഗീതയുടെ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞു. പക്ഷേ അത് പ്രേമത്തിലോ വിവാഹത്തിലോ എത്തുമെന്ന് അന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അത് കൊള്ളാം. ഒരു ചെറുപ്പക്കാരൻ്റെയും ചെറുപ്പക്കാരിയുടെയും സ്നേഹം പിന്നെ എവിടെ ചെന്ന് എത്താനാ? അതല്ല, എൻ്റെയും ഗീതയുടെയും സ്വഭാവങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നു. ഗീത വലിയ യാഥാസ്ഥിതികയായിരുന്നു. ഭക്തി, സദാചാരം, അച്ചടക്കം, കുലീനത, അതൊക്കെയായിരുന്നു ഗീതയുടെ ജീവിതം. എനിക്കതൊന്നും ഇഷ്ടമായിരുന്നില്ല. ജേഡി വലിയ വിപ്ലവകാരിയായിരുന്നോ അക്കാലത്ത്? അല്ല, എൻ്റെ കഥകളിലോ ചിന്തകളിലോ വിപ്ലവം ഉണ്ടായിരുന്നില്ല. ഒറ്റപ്പെട്ട മനുഷ്യരുടെ വേദനകളും ദുരന്തങ്ങളും മാത്രമായിരുന്നു. പക്ഷെ ഞാൻ താമസിച്ചിരുന്ന ലോഡ്ജിൽ വിപ്ലവ ചിന്താഗതിക്കാരായ കുറേ ചെറുപ്പക്കാർ വരുമായിരുന്നു. അങ്ങനെയാണ് ഒരിക്കൽ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ആ സംഭവം ഉണ്ടായത്. ജയ, ജയദേവ, ജയ, ജയദേവ. ആരാ? ഞാനാ, സേതു. വാലോർക്ക്. സേതു, എന്താ ഈ സമയത്ത്? എത്ര പണമുണ്ട് കയ്യിൽ? എന്താടാ കാര്യം? ഒന്നും ചോദിക്കരുത്. എനിക്ക് കുറച്ച് പണം വേണം, അത്യാവശ്യം. ഇത്രയേ ഉള്ളൂ എൻ്റെ കയ്യിൽ. സോറി, നിന്നെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നതിൽ സങ്കടമുണ്ട്. ഞാൻ പോന്നു. അല്ല, ആരോടും ഒന്നും പറയരുത്. ഒന്നും. ഞാനിവിടെ വന്നിട്ടില്ല, നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല. മനസ്സിലായോ? സേതു, ചിലപ്പോൾ ഇനി നമ്മൾ ഒരിക്കലും കണ്ടില്ല എന്ന് വരും. പോട്ടെ, വാലടച്ചോ. മിസ്റ്റർ ജയദേവൻ, അതെ. യു ആർ അണ്ടർ അറസ്റ്റ്. എന്തിന്? അറിയില്ല? ഇല്ല. വാർത്തകൾ ആദ്യം അറിയുന്നത് പത്രപ്രവർത്തകരാ. ഒരു പത്രപ്രവർത്തകനായി നിങ്ങൾ കാര്യം അറിഞ്ഞില്ലെന്ന് പറഞ്ഞ? സത്യമായി എനിക്കറിയില്ല. എങ്കിൽ പറയാം.
വെള്ളിയൂരിൽ അബ്ദുള്ള ഹാജി എന്ന ജമ്മി ഇന്നലെ രാത്രി കൊല്ലപ്പെട്ടു. കൊന്നത് നക്സലേറ്റുകളാണ്. ഈ ലോഡ്ജിൽ നിങ്ങളുടെ മുറിയിൽ ഇന്നലെ രാത്രി അവരിൽ ഒരാൾ വന്നിരുന്നു. ഗൂഢാലോചനയിൽ നിങ്ങളും പങ്കാളികളാണെന്ന് ഞങ്ങൾക്ക് അറിവ് കിട്ടി. പോരെ? അയ്യോ. ഉം, ഏയ്, സത്യമായി എനിക്കറിയില്ല സർ. നടക്ക്. സർ, സർ, എൻ- വാര്യർ സാറേ, വാര്യർ സാറേ, എന്താ സാറേ, ജയദേവൻ സാറിനെ കുറച്ചു മുമ്പ് പോലീസ് പിടിച്ചോണ്ട് പോയി. എന്താ കാര്യം? നക്സലൈറ്റ് ആണെന്നും പറഞ്ഞ വെള്ളിയൂരിൽ ഇന്നലെ രാത്രി ഒരു കൊലപാതകം നടന്നു. അബ്ദുള്ള ഹാജിയെ വെട്ടിക്കൊന്നു. നക്സലൈറ്റുകളാ. അതറിഞ്ഞു, ലേഖകൻ വിളിച്ചു പറഞ്ഞു. പക്ഷേ ജയദേവൻ എന്തു ബന്ധം? ഇന്നലെ രാത്രി സേതു ലോഡ്ജിൽ വന്ന് ജയദേവനെ കണ്ടിരുന്നു. ഈ സേതു നക്സലൈറ്റാ. സേതു ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുക. നമ്മുടെ ജയദേവനും നക്സലൈറ്റുകളുമായി ബന്ധമുണ്ടെന്നും പറഞ്ഞാൽ പോലീസ് കൊണ്ടുപോയിരിക്കുന്നു. ഭഗവാനെ, മോളെ 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 മോളെ. ഞാൻ നിസ്സഹായനാണ്. ഗുരുതരമായ കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത്. വെറും ഒരു കൊലപാതകമല്ല. ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ ഒരു വിപ്ലവ പ്രസ്ഥാനം നടത്തുന്ന വെല്ലുവിളിയാണിത്. അതിൻ്റെ ഗൗരവം സാറിന് ഞാൻ പറഞ്ഞുതരേണ്ട കാര്യമില്ലല്ലോ. സാർ, ഇതേ ഇന്ത്യൻ ഭരണകൂടം തന്നെയല്ലേ ഒരു പൗരനെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട പ്രാഥമിക മര്യാദകളെക്കുറിച്ച് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്? ജയദേവന്റെ കാര്യത്തിലെ നിയമാനുസൃതമായ എന്തെങ്കിലും നടപടിക്രമങ്ങൾ നിങ്ങൾ പാലിച്ചിട്ടുണ്ടോ? നിങ്ങളൊരു സ്വാതന്ത്ര്യ സമര സേനാനിയും പത്രാധിപരും ഒക്കെ ആയതുകൊണ്ടാണ് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞത്. എന്നെ നിയമം പഠിപ്പിക്കണ്ട കേട്ടോ. ക്ഷമിക്കണം സാർ, എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. ജയദേവൻ എനിക്ക് മകനെ പോലെയാ. എനിക്ക് അടുത്തറിയാവുന്ന കുട്ടിയാ. ഇത്തരം ഒരു സംഭവമായി അവൻ ഒരിക്കലും ബന്ധപ്പെടില്ല. തീവ്രവാദ പ്രസ്ഥാനവുമായി അവന് യാതൊരു ബന്ധവുമില്ല. എനിക്ക് നേരിട്ടറിയാം സാറേ. ഇക്കാലത്ത് സ്വന്തം മക്കളെക്കുറിച്ച് പോലും അച്ഛനമ്മമാർക്ക് ഒന്നും അറിയില്ല. പിന്നെയല്ലേ അവനെക്കുറിച്ച് നിങ്ങൾ അറിയുന്നത്. അവന് പ്രസ്ഥാനവുമായി ബന്ധമുണ്ടെന്ന് വ്യക്തമായ തെളിവുള്ളതുകൊണ്ടാണ് ഞങ്ങൾ അവനെ പൊക്കിയത്. അന്വേഷണം പൂർത്തിയാവുമ്പോൾ കോടതിയിൽ ഹാജരാക്കും. അപ്പോൾ നടപടിക്രമങ്ങളെല്ലാം കൃത്യമായിട്ടായിരിക്കും. ആ, സാറ് പോണം. എനിക്ക് വേറെ ജോലിയുണ്ട്. ആ, പിന്നെ ഇനി ഇക്കാര്യവും പറഞ്ഞ് ഇങ്ങോട്ട് വരണമെന്നില്ല. അച്യുതവാര്യരുടെ വീടല്ലേ? അതെ. ആരാ? ഞാൻ ഒരു പരിചയക്കാരനാ. പുറത്തെക്കുന്ന ഉടനെ കാണണം. അച്ഛൻ ഇപ്പൊ വരും, കയറിയിരിക്കൂ.
കുട്ടി മകളാണ്. കുട്ടിയെക്കുറിച്ച് അവൻ പറഞ്ഞിട്ടില്ല. ആര്? എൻ്റെ അനിയൻ ജയദേവൻ. അയ്യോ, വിശ്വേട്ടൻ. ആ ഭാഗ്യം കെട്ടവൻ ഞാൻ തന്നെയാ. കാലത്തെ ഒരു പോലീസുകാരൻ പറഞ്ഞിട്ടാ വിവരം അറിഞ്ഞത്. വീട്ടിൽ ആരെ അറിയിച്ചിട്ടില്ല. ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി. സർക്കിൾ ഇൻസ്പെക്ടർ എല്ലാ വിവരവും പറഞ്ഞു. അവൻ എന്നോട് ഈ ചതി ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ദേവേട്ടൻ നിരപരാധിയാ. എന്തോ തെറ്റിദ്ധാരണ കൊണ്ട് പറ്റിയതാ. ഒന്നും പറയണ്ട. എന്റെ അനിയൻ പാവമായിരുന്നു, പഞ്ചപാവം. എന്റെ കൈയിൽ കിടന്ന് വളർന്ന കുട്ടിയാ. ഈ പട്ടണത്തിൽ വന്നു, അച്ചുവാരെ കണ്ടു, പത്രത്തിൽ ജോലിയും. അതോടെയാ അവൻ ആകെ മാറിപ്പോയത്. ഈ വീട്ടില് അവൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടല്ലേ? കണ്ടോ, പെറ്റ തള്ളയെ കാണാൻ വീട്ടിലേക്ക് വരാൻ അവന് നേരമില്ല. അച്ഛന്റെ സ്ഥാനത്ത് നിന്നാ ഞാൻ അവനെ വളർത്തിയത്. എന്നെ അവന് കാണണ്ട. ഈ വീട്ടിൽ വരാൻ അവന് നേരമുണ്ട് അല്ലേ? വല്ലപ്പോഴും വരും. അച്ഛനുമായിട്ട് കുറച്ചു നേരം സംസാരിച്ചിരിക്കും, പോകും. അത്രേ ഉള്ളൂ. മതിയല്ലോ. അച്യുതവാര്യർ അവന്റെ ഗുരുവാണെന്നാ അവൻ പറയാറ്. ഗുരുവിന്റെ ഉപദേശം അവനെ കൊലക്കേസിൽ പ്രതിയാക്കിയില്ലേ, ലോക്കപ്പിൽ എത്തിച്ചില്ലേ? അവന്റെ ജീവിതം തകർന്നില്ലേ? നഷ്ടം ആർക്കാ? എനിക്കും എന്റെ കുടുംബത്തിനും മാത്രം അല്ലേ? എന്റെ അച്ഛൻ തികഞ്ഞ ഗാന്ധിയനാ. ഒരക്രമത്തിനും അച്ഛൻ ഉപദേശിക്കില്ല. ഡേവിഡിന് അതിനൊന്നും പോകുകയില്ല. ആരോ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതാ. അച്ഛൻ പോലീസ് കമ്മീഷണർ കാണാൻ പോയിരിക്ക. ഇപ്പൊ വരും. മിക്കവാറും ഡേവിഡിനെ കൊണ്ടുവരും. അച്ഛാ, എവിടെ ഡേവിഡിന്? എവിടെ? എന്റെ അനിയൻ എവിടെ സാറേ? അറിയാൻ കഴിഞ്ഞില്ല. അറിഞ്ഞിട്ടിനി എന്ത് കാര്യം? പാവപ്പെട്ട ഒരു കുടുംബത്തിന്റെ സ്വപ്നം അവൻ തകർത്തത്. സ്വന്തം ജീവിതം മാത്രമല്ല, അവന് വേണ്ടി ജീവിച്ച ഏട്ടന്റെ, പെറ്റ അമ്മയുടെ ഒക്കെ ഹൃദയം തകർത്തിട്ട്. ഇതിൽ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ സാറേ? ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് പോലെയല്ലേ സാറേ അവനെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു പോയത്? പൊറുക്കണം, എന്നോട് പൊറുക്കണം. അറിഞ്ഞില്ല, ഒന്നും അറിഞ്ഞില്ല ഞാൻ. ഗൂഢാലോചനയിൽ അവന് പങ്കുണ്ടെങ്കിൽ ശിക്ഷ ഉറപ്പാ. അവനെ ഞാൻ കാണുകയില്ല. എനിക്കതിന് ശക്തിയില്ല. അവനെ കണ്ടാൽ സാർ ഒരു കാര്യം പറയണം. എന്നെങ്കിലും അവൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ വീട്ടിലേക്ക് വരരുതെന്ന് പറയണം. എനിക്കിനി ഈ ജന്മം അവന്റെ മുഖം കാണണ്ട. അതല്ല, പോലീസ് കസ്റ്റഡിയിൽ അച്ഛന് പറ്റിയതുപോലെ അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങളെ വിവരം അറിയിക്കരുത്.
ഇനിയൊരു ശവം കൂടി ഏറ്റുവാങ്ങാൻ എൻ്റെ കൈകൾക്ക് ശക്തിയില്ല. എൻ്റെ അമ്മ ചങ്കു തകർന്നു മരിക്കും. ആ സാധു സ്ത്രീ ഒന്നും അറിയരുത്. മകൻ എവിടെയെങ്കിലും നല്ല നിലയിൽ കഴിയുന്നുണ്ടെന്ന് ഞാൻ അവരെ പറഞ്ഞു വിശ്വസിപ്പിച്ചോളാം. ഉം.